അപ്പോൾ തമിഴ്നാട്ടിലൊരു പൂരമുണ്ട്, അവിടെ രാഷ്ട്രീയ കുടമാറ്റം നടക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ കുടമാറ്റത്തിന് മുൻപുള്ള ആദ്യത്തെ ഈ ഇന്നത്തെ പൂരദിനത്തിലെ ഏറ്റവും മനോഹരമായ 36 മണിക്കൂറിന് തുടക്കമാണ്. അതെ, 36 മണിക്കൂർ. ഇത് ഇതേ തെക്കേ ഗോപുര നടയിലൂടെയാണ് ഇന്നലെ നെയ്തലക്കാവ് ഭഗവതി എത്തിയത്, എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റി എത്തിയത്. ഇനിയുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരം ഇതേ തെക്കേ ഗോപുര നട വഴിയാണ് പുറത്തേക്ക് 15 ആനപ്പുറത്ത് പാറമേക്കാവിലും തിരുവമ്പാടിയും ഇറങ്ങാനുള്ളത്. ഇവിടെ ഇങ്ങനെ കുടകൾ ഇങ്ങനെ നിരന്ന് നിൽക്കാൻ പോകുന്നത്. അതായത് ഇനിയിപ്പോ ഈ 9 ആനകൾ ഉള്ളിലേക്ക് കയറുമോ? ഈ വടക്കനാഥന്റെ ഉള്ളിലേക്ക് വരും. വടക്കനാഥന്റെ ഉള്ളിലേക്ക് എത്തി ബൃഹസ്പതി എന്ന് പറയുന്ന ദേവഗുരു എന്ന് നമ്മൾ പറയുന്നത് ഈ കണിമംഗലം ശാസ്ത്രമാണ്. അപ്പൊ ദേവഗുരു ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വടക്കനാഥനെ വലം വെച്ച് പുറത്തു വരുന്നതോടുകൂടി പൂരം തുടങ്ങി. അതെ, അപ്പൊ പൂരം തുടങ്ങി എന്നുള്ളതാണ്. ആബാലവൃദ്ധം ജനങ്ങളും പുരുഷന്മാര്, സ്ത്രീകള്, കുട്ടികള്, ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവത്തിന്റെ ഒരു പരമാവധി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് കാണണമെങ്കിൽ പൂരത്തിലേക്ക് വരണം. എത്ര കാലമായിട്ട് പൂരം കാണുന്നു? ഞാൻ തിരുവനന്തപുരമാണ്. മറ്റേ ഇതില് സ്റ്റുഡിയോയിൽ ഞാൻ വന്നിട്ടുണ്ട്. മാത്രമല്ല രാജന്റെ ഫ്രണ്ടാണ്. അതെ, ഓക്കെ, തൃശ്ശൂർക്കാരനാണ്. വെരി ഗുഡ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ പോകുന്നുള്ളൂ, 6 കൊല്ലം എല്ലാം കഴിയും. ഞായറാഴ്ച രാത്രി തിരിച്ചു. അപ്പൊ നാളത്തെ പകൽപൂരവും കണ്ട്, വെടിക്കെട്ടും കണ്ട്, ഉച്ചപൂരവും കണ്ട് രാത്രി ട്രെയിനിൽ തിരിച്ചു പോകും. ജീവിതം കളർഫുൾ ആവാൻ പിന്നെ എന്തെങ്കിലും വേണോ? ഈ വർണ്ണവിസ്മയം പോലെ തന്നെ വാദ്യങ്ങളുടെ, വർണ്ണങ്ങളുടെ, ആഘോഷങ്ങളുടെ ഒരു, നമ്മളെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്റീരിക് ആവുന്ന ഒരു മോബ് എന്നൊക്കെ പറയില്ലേ, ഉത്സവം കൊണ്ടൊരു മനുഷ്യരെ, ഒരു സമൂഹം മുഴുവൻ ഒന്നാകുന്ന കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ, കണിമംഗലം ശാസ്താവിനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ആന മുൻപിൽ പോയി. 9 ആനകളാണ് ഇപ്പോൾ എഴുന്നള്ളി വന്നത്, അല്ലേ? 9 എണ്ണമാണ്. ആദ്യം ഇറങ്ങുമ്പോൾ ആനപ്പുറത്ത്, പിന്നീട് കുളശ്ശേരി അമ്പലം എത്തിയപ്പോ 5ലേക്ക് മാറി, മണികണ്ഠനാളിലേക്ക് എത്തിയപ്പോ അതിങ്ങനെ 1 വരും, 2 തീരും, പിന്നെ 3 4 5 അങ്ങനെ പെരുകി പെരുകി ജനസഞ്ചയം വന്നതുപോലെയാണ്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഈ തെക്കേ ഗോപുര നടയിലൊക്കെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ കണിമംഗലത്ത് ശാസ്താവ് എത്തിയതോടുകൂടി വലിയ പൂരപ്പറമ്പിലേക്ക് ആളൊഴുക്കം തുടരുകയാണ്. തൃശ്ശൂരിന്റെ നാട്ടു ഇടവഴികളിൽ, നഗരവീഥികളിലെല്ലാം ജനങ്ങളിങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി ഈ തേക്കങ്കാട് മൈതാനി ഒറ്റ ലക്ഷ്യം വെച്ച് വരികയാണ്. അതേ ഉള്ളൂ, തിങ്ങി നിറയും. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുരുഷാരം എന്നുള്ള പദവി വയ്ക്കുന്നത്. അതെ, അത് ഏതെങ്കിലും തരത്തിൽ ജെൻഡർ അല്ല, പുരുഷാരം എന്ന് പറഞ്ഞാൽ ഇവരും പുരുഷാരത്തിന്റെ ഭാഗമാണ്. കണിമംഗലം. അതെ 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 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരമുണ്ട്. രാവിലെ 5 മണിക്ക് പുറപ്പെട്ടതാ, അല്ലേ? അപ്പൊ 5 മണിക്ക് പുറപ്പെട്ടു. ഏകദേശം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയി. കണിമംഗലം ശാസ്താവ് എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഏകദേശം 1 മണിക്കൂർ ഉണ്ടാവും, അല്ലേ? പരിപാടി, ചടങ്ങ്, അല്ലേ? അതിനുശേഷം മടങ്ങിപ്പോവും, കണിമംഗലത്തേക്ക് മടങ്ങിപ്പോവും. അപ്പൊ ഇന്ന് പൂരത്തിന് പൂർണ്ണമായി ഇവിടെ ഉണ്ടാവുമോ നിങ്ങൾ കണിമംഗലത്തെ ശാസ്താവിനെ കൊണ്ടുവന്നവർ? അല്ല, ഇതിലൊരു കാര്യമുണ്ട്. ഇവിടുത്തുകാരുടെ പൂരം എന്ന് പറയുന്നത് നാളെയാണ്. പകൽപൂരം നാളെയല്ലേ? നിങ്ങൾ ഇന്നും പൂരമാണ്. മാലോകര മൊത്തം ഇങ്ങോട്ട് വിളിക്കും. മാലോകര മൊത്തം ഇന്ന് വിളിക്കും. മാലോകരെല്ലാം നാളെ രാവിലെ 3 മണിയുടെ വെടിക്കെട്ടോട് കൂടി കണ്ടിട്ട് വണ്ടി കയറുമ്പോ പകൽപൂരം തൃശ്ശൂർ. അത് മാത്രമല്ല കേട്ടോ, ഉപചാരം ചൊല്ലാന്ന് പറഞ്ഞാൽ ഗംഭീര നയന മനോഹര പാറമേക്കാവും തിരുവമ്പാടി, അല്ലേ? അപ്പൊ നമുക്ക് കഥകളുണ്ട്, ചരിത്രമുണ്ട്, വിശേഷങ്ങളുണ്ട്, പെരുമയുണ്ട്. ഇതെല്ലാം ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും.